കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതെന്താണ്? ഞങ്ങളുടെ അതൃപ്തി അറിയിച്ചു. ഇതൊരു സ്വകാര്യ സംഭാഷണമോ അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമോ ഒന്നുമല്ലല്ലോ. കേരള സർക്കാരിൻ്റെ ഒരു കണ്ടീഷന് വിരുദ്ധമായി ഇവിടെ ഒരു ഏജൻസി പ്രവർത്തിക്കുമ്പോൾ ആ ഏജൻസിക്ക് കൃത്യമായിട്ടുള്ള വിശദീകരണം ഞങ്ങൾ അല്ലെങ്കിൽ കാര്യകാരണ സഹിതമുള്ള കാരണം കാണിക്കൽ നടത്തിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യത്തിന് അദ്ദേഹം എടുക്കാത്ത ഡിഫൻസാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ കാര്യത്തിലേക്ക് വിശദമായി പറയുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ്. അത് മാധ്യമപ്രവർത്തകർ വഴി കേരളത്തിലെ ജനതയെയാണ് അദ്ദേഹം തുടർച്ചയായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഇവിടെ ഓണം സമൃദ്ധമായി നടക്കുകയാണ്, ഇനി അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന മറുപടി ഉണ്ടല്ലോ. ഇവിടെ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ആ വിഷയത്തിന് പുറത്ത് കടന്നുകൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സ്പെഷ്യൽ അരി ഓണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പാവപ്പെട്ടവന് കൊടുത്തുകൊണ്ടിരുന്ന സ്പെഷ്യൽ അരി ഇത്തവണ ഇല്ല. കോൺഗ്രസിൻ്റെ സുഹൃത്ത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സാധന സാമഗ്രികൾക്ക് കഴിഞ്ഞ മുൻകാലങ്ങളെക്കാൾ തീ വിലയാണ്. ഇന്ന് സാധനം വാങ്ങാൻ നിവൃത്തിയില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിലൊട്ട് അവർക്ക് താല്പര്യമില്ല എന്ന് അവർ വളരെ വ്യക്തമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ PM ശ്രീയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? PM ശ്രീയെക്കുറിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജി പറഞ്ഞത് എന്താണ്? ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനെ എടുത്ത് അറബിക്കടലിലേക്ക് എറിയും എന്നാണ് പറഞ്ഞത്. പിന്നീട് ചോദിച്ചപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? അത് ഞാൻ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അധികാരം കിട്ടിയാൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന വിചിത്രമായ ചോദ്യമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. PMAY പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന ഭവന പദ്ധതി, ആ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഇക്കാര്യത്തിൽ ആ ലോകം ഒട്ടിക്കുന്ന പ്രശ്നമില്ല. ആ ഒരു വീടെന്ന് പറയുന്നത് ഒരാളിൻ്റെ സ്വത്വവകാശമാണ്. അതിനകത്തേക്ക് ആരുടെയെങ്കിലും ലേബൽ പതിക്കാൻ ഏജൻസിയായി നിന്നു കൊടുക്കലല്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, അദ്ദേഹം എന്ത് മറുപടിയാണ് പറഞ്ഞത്? നട്ടല് വളഞ്ഞു നിന്നല്ലേ മറുപടി പറഞ്ഞത്. നിഷേധിക്കാൻ കഴിയുമോ? അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു ട്രീറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവർ പറയുന്ന നിബന്ധനകൾ അംഗീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞ വാചകങ്ങൾ മുഴുവനും വിഴുങ്ങിക്കൊണ്ട് അതിൽ നിന്നും നേരെ യൂട്ടേൺ അടിച്ച് ഇന്ന് മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞ വാദഗതി. ഇതൊന്നും കാണാതെ പോകുന്നവരല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം.